ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫിഷ് ലവേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നല്ല വാഴയില പൊള്ളിച്ച മീനോ അല്ലെങ്കിൽ നല്ല പ്രോൺസ് മസാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നൊരാഗ്രഹമൊക്കെ തോന്നിയാൽ അങ്ങനെയുള്ളവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഈ ഒരു ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ പ്രസ് റോഡ്, അവിടെ ഒരു അലിയത്ത് ഗോൾഡൻ അവന്യൂ എന്ന് പറയുന്ന സ്റ്റാർ ഹോട്ടലുണ്ട് കേട്ടോ. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ ഒരു കലക്കാച്ചി ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു സ്റ്റാർ ഹോട്ടലിലായതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഒത്തിരി കൂടുതലായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു ആൾക്കാർ നടത്തുന്നതാണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ. റേറ്റ് ഒക്കെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മിനിമൽ റേറ്റ് തന്നെയാണ്. നമുക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് വന്ന് ഫിഷൊക്കെ കഴിക്കാൻ തോന്നിയാൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഹൈലൈറ്റ് ഫിഷ് തന്നെയാണ്. നമ്മൾ ചോറും കറികളും ഒരുപാട് അങ്ങനെ സംഭവമാണെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് വരരുത്. ഒരു നോർമൽ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ വന്ന ശേഷം ഓർഡർ ചെയ്ത 2 സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് വാഴയിലയിൽ പൊള്ളിച്ച് വിളമീനും അതുപോലെ പ്രോൺസ് മസാലയായിരുന്നു കേട്ടോ. പ്രോൺസ് റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറികളും ചോറും അങ്ങനെ വലിയൊരു എക്സ്പെക്ടേഷൻ വെക്കരുത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫിഷ് തന്നെയാണ്. എന്ന് വെച്ചിട്ട് മോശമാണെന്നല്ല കേട്ടോ, നോർമലായിരുന്നു. അപ്പം ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾക്ക് തന്ന കറി എന്ന് പറയുന്നത് മാങ്ങാച്ചാറ്, അതുപോലെ വൻപയർ തോരൻ, സലാഡ്, പിന്നെ എന്തായിരുന്നു, അവിയലായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത കൊഞ്ച്. അപ്പോൾ കൊഞ്ച് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതുപോലെ 3 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ 3 പേർക്ക് മോശമല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് തന്നത്. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ കൊഞ്ച്. പിന്നെ നമുക്ക് വിളമ്പിയ റൈസ് എന്ന് പറയുന്നത് ചമ്പാവരിയാണ്. നമ്മൾ ഒട്ടുമിക്ക എനിക്കൊന്ന് തിരുവനന്തപുരത്തുള്ളവരൊക്കെ ചമ്പാവരി തന്നെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയമല്ലായിരുന്നു. പിന്നെ അതിൽ ഒഴിക്കാനായിട്ട് നമുക്ക് രസം, സാമ്പാർ, പുളിശ്ശേരിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും പുളിശ്ശേരി ആയിരുന്നു കേട്ടോ ഓപ്റ്റ് ചെയ്തത്. പിന്നെ ഇതാണ് നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത വിളമീൻ കേട്ടോ. ഇതിൽ വിളമീൻ തന്നെ അല്ല, നമുക്ക് ആ മെനുവിലുള്ള ഏത് മീൻ വേണമെങ്കിലും അവർ ഇതുപോലെ ആക്കി തരും. അപ്പം ഞങ്ങൾ പറഞ്ഞത് വിളമീനായിരുന്നു, കാരണം ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള മീൻ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മീൻ പറഞ്ഞത് കേട്ടോ. നല്ല ചൂട് ആവി പറക്കുന്ന മീനായിരുന്നു കേട്ടോ. ഈ നല്ലൊരു ടേസ്റ്റും അതിൻ്റെ മസാലയും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നല്ലതായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. കാരണം ആ ഒരു ചോറ് കൂട്ടി ഇങ്ങനെ ഒരു ഫിഷ് കഴിക്കണം നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇവിടെ പോയി ആ കറക്റ്റ് സമയത്ത് അങ്ങനെ ഒരു ഐറ്റം കിട്ടിയതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ ചോറും മീൻ കറിയൊക്കെ വേണമെങ്കിൽ അവർ നമുക്ക് ചോദിച്ചാൽ തരും കേട്ടോ, മീൻ കറിയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആകെ ഒരു നിരാശ തോന്നിയത്, നമുക്ക് ഒരു ഫ്രഷ് ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വേണമെങ്കിൽ ബോട്ടിൽ ജ്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാണ് അവരുടെ മെനു കേട്ടോ. ഇതിൽ ഫിഷിൻ്റെ ഐറ്റംസ് മാറുന്നതുകൊണ്ട് അവരിങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിൽ ബീഫ്, പഴങ്കഞ്ഞി, ചട്ടിച്ചോറ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും നോർമൽ മീൽസും ഈ ഒരു സ്പെഷ്യൽ ഫിഷ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു വാങ്ങിയത്. അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണേ, പ്രത്യേകിച്ച് ഫിഷ് കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.